കേരള രാഷ്ട്രീയത്തിന്റെ അണിയറയിൽ ഒരുങ്ങുന്നത് വമ്പൻ അട്ടിമറികളാണോ? തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതികളിൽ നിന്നും മാറി കടൽ കടന്ന് ദുബായിയിലെ ആഡംബര ഹോട്ടലുകളിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകൾ വളരുമ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ കാഹളമാണ് മുഴങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നിയന്ത്രിക്കുന്ന ഓപ്പറേഷൻ ദുബായി എന്ന അതീവ രഹസ്യ നീക്കം ഇപ്പോൾ പുറത്തുവരികയാണ്. ഇതിന്റെ കേന്ദ്ര ബിന്ദു മറ്റാരുമല്ല, ഡോക്ടർ ശശി തരൂർ എന്ന ആഗോള പ്രതിഭയാണ്. കോൺഗ്രസിനെ അമ്പരപ്പിച്ചുകൊണ്ട് തരൂരിനെ ഇടതുപാളയത്തിലെത്തിക്കാൻ മുഖ്യമന്ത്രി നടത്തുന്ന ഈ തന്ത്രം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. ഈ നീക്കത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ച ചില കടുത്ത രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിന്ന വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു. ഈഴവ വോട്ടുകൾ സമാഹരിക്കാൻ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചെങ്കിലും ആ തന്ത്രം ദയനീയമായി പരാജയപ്പെട്ടു. സ്വന്തം സമുദായ നേതാവിനേക്കാൾ ആദർശങ്ങൾക്ക് വില നൽകുന്ന ഒരു ജനതയായി ഈഴവ സമൂഹം മാറിയെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിച്ചു. കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നേരിട്ട കനത്ത തിരിച്ചടി മുഖ്യമന്ത്രിയെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. മറുവശത്ത് NSS നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും പാളി. സുകുമാരൻ നായർ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോൾ നായർ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ അഗ്നിപർവ്വതം കണക്കെ പ്രതിഷേധമുയർന്നു. സുകുമാരൻ നായർക്കെതിരെ കരയോഗങ്ങൾ തോറും പ്രതിഷേധ ഫ്ലക്സുകൾ ഉയർന്നു. സമുദായ നേതാക്കൾ പറയുന്ന രാഷ്ട്രീയമല്ല തങ്ങളുടേതെന്ന് സമുദായം ഉറപ്പിച്ചു പറയുന്നു. ഇതോടെ സമുദായ നേതാക്കളെ വിശ്വസിച്ച് വോട്ടുറപ്പിക്കാമെന്ന പിണറായിയുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തകർന്നിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നുള്ള മോചനമായാണ് ഓപ്പറേഷൻ ദുബായ് എന്ന പ്ലാൻ ബി മുഖ്യമന്ത്രി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായ ഒരു ദൂതൻ ദുബായിൽ വെച്ച് ശശി തരൂരുമായി അതീവ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരങ്ങൾ. വെറും ഒരു കൂടിക്കാഴ്ചയല്ല, മറിച്ച് കോൺഗ്രസിലെ അസംതൃപ്തരെ ഒപ്പം കൂട്ടി തരൂർ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയിൽ വമ്പൻ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPIക്ക് നൽകുന്നതിന് തുല്യമായ 15 സീറ്റുകളാണ് തരൂരിന് മുന്നിൽ വച്ചിരിക്കുന്ന ഓഫർ. ശശി തരൂരിനെ തന്നെ ഇതിനായി തെരഞ്ഞെടുക്കാൻ ചില കൃത്യമായ കാരണങ്ങളുണ്ട്. കോൺഗ്രസിനുള്ളിൽ നേരിടുന്ന അവഗണന തരൂരിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കൊച്ചിയിലെ പരിപാടിയിൽ തഴയപ്പെട്ടതും ഡൽഹിയിലെ നിർണായക യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതും തരൂരിനെ ചിന്തിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിനുള്ളിലെ തരൂർ അനുകൂലികളെ അടർത്തി മാറ്റി പുതിയൊരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാൻ CPM തുനിയുന്നത്. ഇതിലൂടെ മധ്യവർഗ വോട്ടുകളും ക്രിസ്ത്യൻ നായർ വോട്ട് ബാങ്കുകളും ഒപ്പം നിർത്താൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി കണക്കുകൂട്ടുന്നു. സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും പടലപ്പിണക്കങ്ങൾ രൂക്ഷമാവുകയും PV അൻവറിനെ പോലെയുള്ളവർ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുമ്പോൾ തരൂരിനെ പോലൊരു നേതാവിന്റെ സാന്നിധ്യം ഇടതുമുന്നണിക്ക് പുതിയൊരു ജീവൻ നൽകുമെന്ന് പിണറായി വിജയൻ വിശ്വസിക്കുന്നു. ഇതിനായുള്ള കരുനീക്കങ്ങൾ ദുബായ് കേന്ദ്രമാക്കി സജീവമാണ്. ഒരു ഘട്ടത്തിൽ പിണറായി വിജയനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയ സമുദായ നേതാക്കൾ ഇപ്പോൾ അപ്രസക്തരാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എങ്കിലും ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവായ ശശി തരൂർ ഇത്തരമൊരു വമ്പൻ കൂടുമാറ്റത്തിന് തയ്യാറാകുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. കോൺഗ്രസിന്റെ ദേശീയ മുഖമായ അദ്ദേഹം പിണറായി വിജയൻ വെച്ചു നീട്ടുന്ന ഈ 15 സീറ്റുകളുടെ ഓഫറിൽ വീഴുമോ, അതോ സ്വന്തം പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുമോ? മഹാരാഷ്ട്ര മോഡലിൽ ഒരു വലിയ പിളർപ്പ് കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാകാൻ സാധിച്ചാൽ അത് പിണറായി വിജയന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി മാറും. സമുദായ നേതാക്കൾ കൈവിട്ടതോടെ രാഷ്ട്രീയമായി അനാഥനാക്കപ്പെട്ട മുഖ്യമന്ത്രി തരൂർ എന്ന തുരുത്തിലേക്ക് നീങ്ങുന്നത് വലിയൊരു ചാണക്യതന്ത്രമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സ്വന്തം പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങളെ അടിച്ചമർത്താൻ തരൂരിന്റെ ആഗോള പ്രതിച്ഛായ ഉപയോഗിക്കാമെന്നും അദ്ദേഹം കരുതുന്നു. കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകത്തിനാണ് ഇപ്പോൾ ദുബായിയിലും തിരുവനന്തപുരത്തും തിരശ്ശീല ഉയരുന്നത്. കാത്തിരുന്നു കാണാം ശശി തരൂർ എന്ന ചാണക്യൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന്.